ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസം ഒരു ഇല മതി ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ. വെജിറ്റബിൾസിൽ നിന്ന് ധാരാളം പ്രോട്ടീൻ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മൾബറി ലീവ്സ് ആണ്. ഇതിൻ്റെ തളിരില നമുക്ക് തോരൻ വെച്ച് കൂട്ടാം. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. ഫാറ്റി ലിവർ കുറയ്ക്കാനും ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ മൾബറി ലീവ്സ്. സിൽക്ക് വേംസ് ഇത് തിന്നിട്ടാണ് പ്രോട്ടീനായ സിൽക്ക് ഉണ്ടാക്കുന്നത്. പ്രോട്ടീൻ റിച്ച് വെജിറ്റേറിയൻ സോഴ്സാണ് ഈ മൾബറി ലീവ്സ്. ഈ ഒരു ചെടി നമ്മൾ വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയാൽ ഒരു 60 വർഷം വരെ ഇത് നശിച്ചു പോകാതെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ തളിരിലയെടുത്ത് നമുക്ക് നന്നായി ഒന്ന് കഴുകി ചെറുതായി നമുക്കൊന്ന് അരിഞ്ഞു വയ്ക്കാം. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും കാർബോഹൈഡ്രേറ്റ്സ് തീരെ അടങ്ങിയിട്ടില്ലാത്തതിനാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് തോരൻ വെക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 കാന്താരി, ഒരു 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയത് നമുക്ക് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ജോയിൻറ്റ് പെയിൻ കുറയാനും അകാലനര മാറാനും ഒക്കെ വളരെ നല്ലതാണ് മൾബറി ലീവ്സ്. വൈറ്റമിൻ ഇയും വൈറ്റമിൻ കെയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇലയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. 100 ഗ്രാം മൾബറി ലീവ്സ് 43 കാലറി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ 1.5 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ലീവ്സാണ്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് നമ്മൾ വളരെ കുറച്ച് ചേർക്കണം. കാരണം ഇലക്കറികളിലൊക്കെ ഇലകളിൽ ധാരാളം ഉപ്പിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് മാത്രം നമ്മൾ ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മൾബറിയുടെ തളിരില നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇല ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അല്പസമയം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മൾബറിയിലെ തോരൻ തയ്യാറായിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ തോരൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.